നമസ്കാരം, ഞാൻ സന്ദീപാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വടക്ക് കിഴക്ക് ഭാഗം മുറിഞ്ഞു പോണതിൻ്റെ വീഡിയോ ഒക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ദോഷങ്ങളുടെ മഞ്ഞ ഭാഗത്തുണ്ടാകുന്ന ഭാരം കൊണ്ടുവന്ന് വയ്ക്കുക, ആ ഭാഗത്ത് മതിലിൻ്റെ അവിടെ ഭാരം കെട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ ഷെഡോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഭാഗത്തൊക്കെ വെക്കുന്നത് ദോഷമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കതിൻ്റെ എന്താണ് അതിന് ഗുണം കൊണ്ടുവരാൻ പറ്റണത് എന്നുള്ള ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. അത് ഗുണമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിലൊന്നാമതായിട്ട് വേണ്ടത് നമ്മൾ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഒരു കിണറിനുള്ള സ്ഥാനം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കിണറൊന്നും കുഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം എടുക്കാൻ ഭൂമിയിൽ സമ്പ് ചാത്തൂല, സമ്പ് അല്ലെങ്കിൽ ഫിൽറ്റർ, ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ബോർവെല്ലൊക്കെ താത്തണതൊക്കെ അങ്ങനെയൊക്കെ വെള്ളം എടുക്കുമല്ലോ. ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഫിൽറ്റർ താത്തിയിട്ട് ആ വെള്ളം എടുക്കണതൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പോൾ അതിൽ വടക്ക് കിഴക്ക് മൂലയിലായിട്ട് നമ്മൾ ഒരു ബോർവെല്ല് താത്താം, ബോറോ അല്ലെങ്കിൽ പൈപ്പോ അവിടെ താത്തിയിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ചെയ്യണത്. അത് നല്ലതാണ്. അത് നമുക്ക് നല്ല ഗുണങ്ങളും നല്ല ഫലങ്ങളും ഉണ്ടാക്കും. ഒരു ഭാഗ്യം കൊണ്ട് തരുമെന്നാണ് പറയുക. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജലത്തിൻ്റെ സ്ഥാനമാണ്, അതും താഴ്ചയും വേണ്ട സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ഭൂമിയിൽ നമ്മുടെ പറമ്പ് തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താഴ്ന്നിരിക്കേണ്ട ഭാഗമാണ് അത്, ഏറ്റവും കൂടുതൽ തുറന്നിരിക്കേണ്ടത് വടക്ക് കിഴക്ക് കേട്ടോ. നേരെ കിഴക്കിൻ്റെ വടക്കോട്ടും വടക്കിൻ്റെ മധ്യത്തിൽ നിന്ന് കിഴക്കോട്ടുള്ളത് ആ മൂലയിൽ, വടക്ക് കിഴക്ക് മൂലയിലായിട്ട്, ഈശാന്യ മൂലയിലായിട്ട് നമ്മൾ ഭൂമിക്കടിയിൽ ഇപ്പോൾ ഒരു ടാങ്ക് നിർമ്മിച്ചിട്ട് അവിടെ വെള്ളം സ്റ്റോർ ചെയ്യണമെന്നൊക്കെ, അതും നല്ലതാണ്. ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഭാഗത്ത് വെള്ളമെടുക്കാനുള്ള അല്ലെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു പൈപ്പ് ഫിൽറ്ററൊക്കെ താത്തുമ്പോൾ ആ ഭാഗത്ത് താത്താം. ആ ഭാഗത്ത് താറ്റിയാൽ ഏറ്റവും കൂടുതൽ രണ്ടുപേർക്ക്, സ്ത്രീക്കും പുരുഷനും ആ ഭാഗത്ത് ഗുണം ചെയ്യും. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ആ കിഴക്ക് പുരുഷനും വടക്ക് സ്ത്രീയായിട്ട് സങ്കല്പിച്ചിട്ട് വടക്ക് കിഴക്കിലാണ് മുട്ടുന്നതെന്ന് പറയുന്നത്. ആ ഭാഗത്ത് എന്ത് ചെയ്താലും ഏറ്റവും നല്ലത് താഴ്ച വരിക, കുഴികൾ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഭാഗം അത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് തരും. നമുക്ക് ജോലി സാധ്യതകൾ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾ നമുക്കടയില്ല എന്നൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് താങ്ങായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത്. ആ ഭാഗത്തൊരു കുളമുണ്ടായാൽ തന്നെ ആ വീട്ടിൽ എങ്ങനെ വന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ജീവിതം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. എല്ലാവർക്കും ഒരു ജോലി സാധ്യതകൾ അല്ലെങ്കിൽ അതിനുള്ള ഗുണങ്ങളുണ്ടാവും. ആ വീടിന് ഒരു അനുഗ്രഹമായിട്ട് മാറും ആ ഭാഗത്തെ താഴ്ച. അപ്പോൾ താഴ്ചയിൽ വെള്ളം വരിക, അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ നോക്കാം. നേരെ കിഴക്കിൽ വന്നാലും വലിയ ദോഷമില്ല. കിഴക്കിൽ വന്നാൽ പുരുഷന്, നേരെ വടക്കിൽ വന്നാലും സ്ത്രീക്കും വളരെ നല്ലതാണ്. സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വടക്ക് ഭാഗത്ത് നേരെ വടക്കിനോട് കുറച്ച് കിഴക്കോട്ട് മാറും. ഒരിക്കലും പടിഞ്ഞാട്ട് മാറരുത്. നേരെ വടക്കിൻ്റെ പടിഞ്ഞാട്ടൊട്ടും മാറരുത്, നേരെ കിഴക്കിൻ്റെ തെക്കോട്ടും മാറരുത്. നേരെ കിഴക്കിന് നമ്മുടെ വീടിൻ്റെ മധ്യത്തിൽ നിന്ന് വടക്കോട്ടും, കിഴക്ക് ഭാഗത്താണെങ്കിൽ കിഴക്കിൻ്റെ മധ്യത്തിൽ നിന്ന് വടക്കോട്ടും, വടക്ക് ഭാഗമാണെങ്കിൽ വടക്കിൻ്റെ മധ്യത്തിൽ നിന്ന് കിഴക്കോട്ടുമായിട്ട് ആ ഭാഗത്ത് നമ്മൾ ഒരു കുഴി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് താഴ്ച ഉണ്ടാവുക. ഇപ്പോൾ വലിയ കുഴിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളൊരു വെള്ളം ഇതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വലിയ മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്നല്ല. വീടിനോടൊരു 10-12 നമ്മളൊരു മുറ്റത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് ആ ഭാഗങ്ങളിൽ വലിയ ഹെവി സാധനങ്ങളൊന്നും വരരുത്. ചെറിയ ഐറ്റംസ് വരാൻ പാടുള്ളൂ. അവിടെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വരരുത്. ഭാരം ഏറ്റവും കുറവ് വേണ്ടത് ആ ഭാഗത്താണ്. എപ്പോഴും ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രയോറിറ്റി വടക്ക് കിഴക്കേ മൂലയിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു പോർച്ച് അല്ലെങ്കിൽ സിറ്റ് ഔട്ട് അത് കൊടുക്കാമെന്നാണ് ഏറ്റവും ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ആ ഭാഗത്ത് ഒട്ടും ഭാരം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏത് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നാലും വടക്ക് കിഴക്ക് ഭാഗം ഓപ്പണായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഭാഗത്ത് അങ്ങനെ ഒരു നല്ല നിർമ്മിതി ഉണ്ടാവും. പിന്നെ ആ ഭാഗത്തു നിന്നുള്ള അപ്പോൾ ആ എനർജി നമുക്ക് ആ വീട്ടിൽ നിന്ന് കൂടുതൽ കിട്ടും. ബാക്കിയുള്ള ഇതുകളൊക്കെ ഒരുവിധം പ്രശ്നങ്ങളില്ലാണ്ട് മാറിപ്പോവും. അപ്പോൾ നമ്മൾക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് എന്തായാലും ഒരു വാതിൽ വയ്ക്കുകയും ചെയ്യും, ആ ഭാഗത്ത് ഓപ്പണിങ് ഉണ്ടാവുകയും ചെയ്യും, ആ ഭാഗത്ത് നമുക്ക് ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. നമ്മൾ പടിഞ്ഞാട്ട് മുഖമായിട്ടായാലും ഒരു മുഖം കുറച്ച് പടിഞ്ഞാട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതുപോലെ തന്നെ എന്തായാലും കിഴക്ക് വശത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു പോർച്ച് ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഇതുണ്ടാക്കുക, ഒരു എന്താത്ത വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് ഭൂമിക്ക് മുകളിലാവരുത്. ഭൂമിക്ക് മുകളിൽ ഒരു ഇതിൽ വെക്കുന്നത് അത് വെയിറ്റ് കൂടും, ഭാരം കൂടുതൽ വരും. ആ ഭാഗത്ത് ഭാരം തീരെ പാടില്ല എന്നാണ് പറയാം. ഒരു ഇല വീണ ഭാരം പോലും ആ ഭാഗത്ത് ഉണ്ടാവരുതെന്നാണ് ഇതിൽ പറയുന്നത്. അവിടുന്ന് മധ്യത്തിന്, ഇപ്പോൾ കിഴക്കുന്ന് മധ്യത്തിന് തെക്കോട്ടും വടക്ക് മധ്യത്തിന് പടിഞ്ഞാട്ടും അതിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഭാരങ്ങൾ എത്ര ഭാരങ്ങൾ വെച്ചാലും കുഴപ്പമില്ല. ഭാരത്തിന് ഓരോ സ്ഥലത്തുണ്ട്. ഏറ്റവും കൂടുതൽ ഭാരം വേണ്ട സ്ഥലം കന്നിമൂലയാണ്. അവിടെയാണ് ഏറ്റവും ഭാരമായിട്ട് വേണ്ടത്. പിന്നെ എപ്പോഴും ആ ഭാഗം കന്നിമൂല ഭാഗം കെട്ടിത്തിരിക്കണം. ആ ഭാഗം ഭംഗിയായിട്ട് ചതുരമായിട്ട് കെട്ടിത്തിരിച്ച് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ വളരെ അടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുതരുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എല്ലാവരും വിജയിക്കുക. നന്ദി, നമസ്കാരം.